വല്ലാർപാടം ബസിലിക്ക കേരളത്തിലെ ഒരു സുപ്രസിദ്ധ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ്. ഇത് കൊച്ചിക്ക് സമീപമുള്ള വല്ലാർപാടം ദ്വീപിൽ സ്ഥിതിചെയ്യുന്നു. ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ മരിയൻ പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണിത്. വല്ലാർപാടം ബസിലിക്കയ്ക്ക് സമ്പന്നമായ ഒരു ചരിത്രമുണ്ട്. പോർച്ചുഗീസുകാർ 1524 ഈ ദേവാലയം ആദ്യമായി നിർമ്മിച്ചത്. എന്നാൽ 1676 വലിയ വെള്ളപ്പൊക്കത്തിൽ വല്ലാർപാടം ദേവാലയം തകർന്നുപോയെങ്കിലും വിമോചന മാതാവിന്റെ തിരുസ്വരൂപം അത്ഭുതകരമായി സംരക്ഷിക്കപ്പെട്ടുവെന്ന് വിശ്വാസമുണ്ട്. വലിയ തിരമാലകൾ ഇടിച്ചുകയറുമ്പോഴും ഈ തിരുസ്വരൂപം തകർന്നില്ല എന്നതും ദൈവീക ശക്തിയുടെ ഉദാഹരണമായി വിശ്വാസികൾ കരുതുന്നു. ഇന്നും മഴക്കാലങ്ങളിൽ പുഴകളും കടലും ഉയരുന്ന സമയത്ത് മാതാവിന്റെ കാവലിന് ആശ്രയിച്ചു പ്രാർത്ഥിക്കാൻ നിരവധി വിശ്വാസികൾ ഇവിടെ എത്തുന്നു. ഈ വിശ്വാസം ഇന്നും തുടരുന്ന ഒരു ആത്മീയ ശക്തിയായി വളർന്നു. അതിനുശേഷം ദേവാലയം വീണ്ടും പണിതു. 2004 ഈ ദേവാലയത്തിന് പോപ്പ് ജോൺ പോൾ ബസിലിക്കയുടെ പദവി നൽകി. മാതാവിന്റെ അതിശയകരമായ തിരുസ്വരൂപം ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നു. സെപ്റ്റംബർ 24 നടക്കുന്ന വാർഷിക പെരുന്നാൾ വിശ്വാസികൾക്ക് വലിയൊരു അനുഗ്രഹമാണെന്ന് കരുതപ്പെടുന്നു. ബസിലിക്കയുടെ ശില്പകലും അതിന്റെ ആകർഷണങ്ങളിലൊന്നാണ്. ഇത് യൂറോപ്യൻ ശൈലിയുടെയും പരമ്പരാഗത കേരള ശില്പകലിന്റെയും സുന്ദരമായ ഒരു സമന്വയമാണ്. പ്രാർത്ഥനയ്ക്കായി എത്തുന്നവർക്കായി ദൈവവചനം, ആരാധനകൾ, തിരുനാളുകൾ എന്നിവയും ഇവിടെ നടക്കുന്നു. വല്ലാർപാടം ബസിലിക്കയെ ഇന്ത്യൻ സർക്കാർ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി അംഗീകരിച്ചിട്ടുണ്ട്. മതഭേദമന്യേ എല്ലാവർക്കും ഇവിടെ പ്രവേശനമുണ്ട്. വല്ലാർപാടം പള്ളിയുടെ പ്രധാന അൾത്താരയുടെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കന്യകാമറിയത്തിന്റെയും ശിശു യേശുവിന്റെയും ചിത്രം 1524 വാസ്കോഡ ഗാമയുടെ നേതൃത്വത്തിൽ പോർച്ചുഗീസ് വ്യാപാരികൾ കൊണ്ടുവന്നതാണ്. 1676 പോർച്ചുഗീസ് മിഷണറിമാർ സ്ഥാപിച്ച ചർച്ച് ഓഫ് ദി ഹോളി സ്പിരിറ്റ് എന്നറിയപ്പെട്ടിരുന്ന പഴയ പള്ളി കനത്ത വെള്ളപ്പൊക്കത്തിൽ നശിപ്പിക്കപ്പെട്ടു. ആ ചിത്രം കായലിൽ പൊങ്ങിക്കിടക്കുന്നതായി കണ്ടെത്തി. കൊച്ചി മഹാരാജാവിന്റെ പ്രധാനമന്ത്രിയായിരുന്ന പാലിയത്ത് രാമൻ വലിയച്ഛനാണ് അത് വീണ്ടെടുത്തത്. പാലിയത്ത് രാമൻ വലിയച്ഛൻ ദാനം ചെയ്ത സ്ഥലത്താണ് വല്ലാർപാടത്തെ ഇപ്പോഴത്തെ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. അദ്ദേഹം സംഭാവന ചെയ്ത ഒരു സങ്കേത വിളക്ക് 1676 മുതൽ അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥം രാവും പകലും കത്തിക്കൊണ്ടിരിക്കുന്നു. 1752 മെയ് മാസത്തിൽ വല്ലാർപാടത്തെ ഒരു തീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റിയ ഒരു അത്ഭുതം സംഭവിച്ചതായി വിശ്വസിക്കപ്പെടുന്നു. വല്ലാർപാടത്ത് പള്ളിയിൽ വീട് എന്ന പ്രഭുകുടുംബത്തിലെ അംഗമായ മീനാക്ഷി അമ്മ എന്ന ഒരു യുവ നായർ സ്ത്രീ ഉണ്ടായിരുന്നു. അവർ മകനോടൊപ്പം മട്ടാഞ്ചേരിയിലേക്ക് കപ്പൽ കയറുകയായിരുന്നു. ഒരു കൊടുങ്കാറ്റ് ഉണ്ടായി, ബോട്ട് മറിഞ്ഞു. മീനാക്ഷി അമ്മയും മകനും കായലിലേക്ക് ആഴ്ന്നിറങ്ങി. താനും കുട്ടിയും രക്ഷപ്പെട്ടാൽ തന്റെ ജീവിതകാലം മുഴുവൻ മേരിയുടെ സേവനത്തിനായി സമർപ്പിക്കുമെന്ന് അവർ വാഗ്ദാനം ചെയ്തു. അത് അവർ പാലിച്ചു. 3-ാം ദിവസം ഒരു സ്വപ്നത്തിലെ നിർദ്ദേശപ്രകാരം ഇടവക വികാരി ഫാ. മിഗുവൽ കൊറിയ മത്സ്യത്തൊഴിലാളികളോട് നദിയിൽ വല വീശാൻ ആവശ്യപ്പെട്ടു. മീനാക്ഷി അമ്മയെയും മകനെയും രക്ഷപ്പെടുത്തി. അവരുടെ മരണശേഷം പള്ളിയിൽ മീനാക്ഷിയമ്മയുടെയും കുട്ടിയുടെയും ചിത്രം മേരിയുടെ ചിത്രത്തോടൊപ്പം സ്ഥാപിച്ചു. ബസിലിക്ക ഒരു വിശ്വാസവും അതിശയവും നിറഞ്ഞ ദൈവീയ സ്ഥലമാണ്. അതിനാൽ മതഭേദമന്യേ എല്ലാവരും ഇവിടെ എത്തുകയും വിശ്വാസത്തിന്റെയും പ്രതീക്ഷയുടെയും കണ്ണിയാക്കുകയും ചെയ്യുന്നു.